ഇവൻ്റെ പാട്ടും ഫുഡും കുലുക്കിയും അതാണ് പൂനൂർ ഫുഡ് ഫെസ്റ്റിൻ്റെ മുഖ്യ ആകർഷണം. ഇവിടേക്ക് വന്നപ്പോൾ 2 ഇടങ്ങളിലായി ഫുഡ് ഫെസ്റ്റ് അവർ സംഘടിപ്പിക്കുന്നുണ്ട്. ആദ്യ കൗണ്ടറിലേക്ക് കയറുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഭരണികളിൽ നിറയെ ഉപ്പിലിട്ട് വെച്ച വിവിധ തരത്തിലുള്ള പഴങ്ങളും ഫ്രൂട്ട്സും എല്ലാം. അത് വിൽക്കുന്നത് ചെറിയ കുട്ടികളാണ്. അവിടെ നമ്മുടെ തനത് ഗ്രീൻ പീസാണ് അവരുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എത്ര ഫുഡുകളും മാറി വന്നാലും നമ്മുടെ ഗ്രീൻ പീസിനും ഓംലെറ്റിനും അതുപോലുള്ള വിഭവങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അവിടെ ഒരു ക്യാഷ് കൗണ്ടറാണ്. അവിടെ നിന്ന് ക്യാഷ് അടച്ച് അവിടെ നിന്ന് ഭക്ഷണം വാങ്ങുക, അവിടെ ഇരുന്ന് കഴിക്കുക. ഇനി നമ്മൾ 2ാമത്തെ ഇടത്തേക്കാണ് പോയത്. ഇവിടെയാണ് കുറച്ച് സൂപ്പർ സ്റ്റാർസൊക്കെ ഉള്ളത്. അതിന് തൊട്ടടുത്ത് തന്നെയാണ്, നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. കയറി വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഇതാണ്. കുറേ ആളുകൾ കടന്നു വരുന്നതും കുറേ ആളുകൾ കടന്നു പോകുന്നതെല്ലാം ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച ഒരു സ്ട്രീറ്റ് ഭംഗിയായി അലങ്കരിച്ചു എന്ന് തോന്നുന്നു. ഇവിടെ അവർ ഫുഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോരോ കൗണ്ടറിലാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന കൗണ്ടറിനടുത്ത് തന്നെ അവർക്ക് ക്യാഷ് പേ ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ തൊട്ടു പിറകിൽ കണ്ടത് അങ്ങനെ ആയിരുന്നില്ല. ഇവിടെ കുലുക്കിയാണ് മെയിൻ. അവരുടെ സ്കില്ലുകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു സാധാരണക്കാരന് പെട്ടെന്ന് നടത്തിയെടുക്കാവുന്ന സ്കില്ലുകളല്ല അവർ കാണിക്കുന്നത്. വിവിധ ഫ്ലേവറുകളിൽ ഇവിടെ കുലുക്കി അവൈലബിളാണ്. അവരുണ്ടാക്കുന്ന ശൈലിയാണ് എല്ലാവർക്കും ഇത് കണ്ടു നിൽക്കാൻ ആവേശമുണർത്തുന്നത്. ഒരു ജ്യൂസ് കുടിക്കുന്നതിനപ്പുറം അവരുടെ സ്കില്ലുകൾ നമ്മളെ ആകർഷിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവൻ സ്കില്ലിൻ്റെ കാര്യത്തിലൊരു മാസ്റ്ററാണെന്ന് തോന്നുന്നു. അവൻ ചെയ്യുന്ന വർക്കുകളിൽ അവൻ്റെ കണ്ണ് ആ വസ്തുവിലേക്ക് പോകുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. 2 കുലുക്കി ഓർഡർ ചെയ്തു. ഒന്ന് മാംഗോ ആണ്, മറ്റൊന്ന് ബ്ലൂബെറിയാണ്. ബ്ലൂബെറി ഭംഗിയായി തോന്നി. പക്ഷേ മാംഗോ അത് കുറച്ചുകൂടി നന്നാവാനുണ്ടായിരുന്നു. ഇനി തൊട്ടടുത്ത കൗണ്ടറിൽ ഉണ്ടാക്കുന്നത് പക്കോടയാണ്. പക്കോട, അതുപോലെ പൊട്ടാറ്റോ ഫ്രൈസ് ഉണ്ട്. അങ്ങനെയുള്ള എണ്ണയിൽ പൊരിഞ്ഞ് മറിയുന്ന ഒരുപാട് കടികളാണ് അവരുണ്ടാക്കുന്നത്. ഇത് കണ്ടിരിക്കാൻ ഇഷ്ടമാണെങ്കിലും ഇപ്പോൾ എണ്ണക്കടികളോട് കുറച്ച് അകൽച്ച വയ്ക്കാറുണ്ട്. ഇനിയാണ് നമ്മളൊരു സൂപ്പർ സ്റ്റാറിനെ കാണാൻ പോകുന്നത്. പൂനൂർ ഫെസ്റ്റിൻ്റെ ഏറ്റവും മികച്ച ആകർഷണം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഈ കുലുക്കി ചെയ്തുകൊണ്ടിരിക്കെ തന്നെ പാട്ട് പാടുന്ന ഒരു രീതിയാണ്. ഇനി അവൻ്റെ പ്രകടനത്തിനായുള്ള കാത്തിരിപ്പാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെല്ലാം അവൻ്റെ പ്രകടനത്തിനായി കൂടി കാത്തിരിക്കുന്നവരാണ്. വെറും വെള്ളത്തിന് വേണ്ടി മാത്രമല്ല അവർ കാത്തിരിക്കുന്നത്. അവൻ്റെ പ്രകടനത്തോട് അല്പം വിരാമം ഇട്ടുകൊണ്ട് മറ്റൊരു കൗണ്ടറിലേക്ക് നീങ്ങി. അവിടെ ഒരു കുലുക്കി ഒന്നുകൂടി ട്രൈ ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ ബൂസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ പ്രകടനം അതിഗംഭീരം തന്നെ. ഒരുപാട് ആളുകളെ ആകർഷിക്കാൻ അവന് കഴിയുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതുപോലെ ഒരു സൂപ്പർ സ്റ്റാറാണ് ഇവൻ. ഇവൻ്റെ പ്രകടനം ഒന്നുകൂടി കാണാമെന്ന് കരുതിയാണ് ഇങ്ങോട്ട് വന്നത് തന്നെ.
രണ്ട് കൈയിലും ഒരേ സമയത്ത് അവൻ ഈ കുലുക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും പറ്റുന്ന ഒരു ജോലിയല്ല. അത്രയേറെ സ്കില്ലുകൾ ഉണ്ടായിട്ടുള്ള അവനിൽ നിന്നും ഗ്ലാസുകൾ താഴേക്ക് വീഴുന്നത് കണ്ടു. അപ്പോൾ നമ്മൾ കറക്കിയാൽ എങ്ങനെയിരിക്കും എന്ന് ചിന്തിച്ച് നോക്കുക. ആ ഗ്ലാസ് പൊട്ടുന്നില്ല. അവർ നിലത്ത് വിരിച്ച മാറ്റിലാണ് അത് വീഴുന്നത്. ഓടി നടന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ ക്ഷീണം കാരണം ഇനി പെട്ടെന്ന് പോവാമെന്ന് കരുതി അടുത്ത സ്ഥലങ്ങളിലേക്ക് നീങ്ങേണ്ടതായിട്ടുണ്ട്. ഇവിടുന്ന് യാത്ര പറയുമ്പോൾ ഒരുപാട് പ്രകടനങ്ങളാണ് മനസ്സിൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത്. ഇത് നമ്മൾ ആദ്യം കയറിയ കൗണ്ടറിലാണ്. അവിടെ പോയി ഒരു ഗ്രീൻ പീസും അതുപോലെ ഒരു വെള്ളവും കുടിക്കാമെന്ന് കരുതി. ഗ്രീൻ പീസ് ഉണ്ടാക്കുന്ന രീതി വളരെ ഭംഗിയേറിയതാണ്. അങ്ങനെ ടേസ്റ്റോടുകൂടി ആ ഗ്രീൻ പീസ് അവിടെ നിന്ന് കഴിച്ചു. ഇനി വീട്ടിലേക്കുള്ള മടക്കമാണ്, അല്ലെങ്കിൽ അടുത്ത സ്ഥലങ്ങളിലേക്കുള്ള മടക്കം.